ഹലോ എവരിവൺ. അപ്പോൾ നമുക്കിന്നൊന്ന് കോഴിക്കോട് പോയാലോ? ഞങ്ങൾ വന്ദേ ഭാരതിലാട്ടോ പോയത്. എൻ്റെ അവന് ഫസ്റ്റ് ടൈം ട്രാവലാണ് വന്ദേ ഭാരതിൽ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂരിൽ നിന്ന് ഒരു 1 hour കൊണ്ട് നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റും. അങ്ങനെ ഇതാ ഞങ്ങൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് എത്തിയതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ കുറച്ച് സമയമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് കടലാസ് എന്ന് പറഞ്ഞ കഫേയിലോട്ടായിരുന്നു. അടിപൊളി കഫേ കേട്ടോ, ഒന്നും പറയാനില്ല. നല്ലൊരു ആംബിയൻസ്, ബീച്ച് സൈഡ്, വേറെ എന്താ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ കഫേയിലെത്തി. ആ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം ആൾക്കാർ ഫില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ ഉള്ള സൈഡ് കിട്ടാൻ വേണ്ടി. അവസാനം ഞങ്ങൾക്കത് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത ഫുഡിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ആകെ എനിക്ക് ഓർമ്മയുള്ളൊരു പേര് കോൾഡ് കോഫി ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത കോൾഡ് കോഫി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാല്ല. ആൻഡ് അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ആ ഒരു സമയത്തിനായിരുന്നു. നമുക്കറിയാം, പാരൻസൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേത് എന്ന് പറയാനുള്ള ഒരു സമയം വളരെ കുറവായിരിക്കും. എപ്പോഴും കുട്ടി കാര്യങ്ങൾ അങ്ങനെയായിട്ട് നമ്മൾ ബിസി ആയിരിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സമയം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എന്നാലാണ് നമ്മുടെ റിലേഷൻഷിപ്പ് അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊരു ഉപദേശം ഒന്നല്ല കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്ന. കാരണം കുട്ടിയെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കാലം നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. അതാലോചിച്ച് നമുക്ക് ഒരുപാട് സങ്കടം വരികയും ചെയ്യും. പക്ഷെ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ കുട്ടികളെ അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷെ കിട്ടുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞത് നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം. അത് എത്രയായാലും നമ്മുടെ റിലേഷൻഷിപ്പിനെ മോർ ആൻഡ് മോർ ഹെൽത്തി ആക്കാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മുടേതായിട്ടുള്ള ഡീപ്പ് കോൺവെർസേഷൻസ്, നമ്മുടേതായിട്ടുള്ള ഓരോരോ ടോപ്പിക്സുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. ആൻഡ് ഈ ഒരു കഫേ അതിനെ പറ്റി അടിപൊളി സ്പോട്ടാട്ടോ. ആൻഡ് ഇതായിരുന്നു ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും, അതൊക്കെ പൊളിയായിരുന്നു. ആൻഡ് കോഴിക്കോട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.